ആഘോഷങ്ങളും ഉത്സവങ്ങളും VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം VM സൂപ്പർ വാല്യു ചേലക്കര. ചേലക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവുമായി കരാറുകാരൻ. പഞ്ചായത്തിൽ തെരുവ് വിളക്ക് റിപ്പയർ ചെയ്ത പണം ലഭിച്ചില്ലെന്നും ഇല്ലാത്ത ആക്ഷേപങ്ങൾ തനിക്കെതിരെ ഉന്നയിക്കുകയാണെന്നും പണം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് ശ്രീകൃഷ്ണപുരം സ്വദേശി മുജീബാണ് ഒറ്റയാൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 2025 മെയ് മാസത്തിലാണ് കരാർ ഏറ്റെടുത്തത്. തുടർന്ന് ഈ കാലയളവിൽ 2794 തെരുവ് വിളക്കുകൾ റിപ്പയർ ചെയ്തതായും ഇവയ്ക്കുള്ള പഞ്ചായത്ത് അംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ പഞ്ചായത്തിൽ ഹാജരാക്കിയതായും മുജീബ് പറഞ്ഞു. കഴിഞ്ഞ 9 മാസത്തെ പ്രവൃത്തികളിൽ ചിലവ് വന്ന 11 ലക്ഷം രൂപയിൽ തനിക്ക് 5 ലക്ഷം രൂപ ലഭിക്കാനുള്ളതായും ഈ തുകയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും പഞ്ചായത്തിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയാണെന്നും 5 ലക്ഷം രൂപ ഭരണസമിതി അന്യായമായി പിടിച്ചുവച്ചിരിക്കുകയാണെന്നും മുജീബ് ആരോപിച്ചു. ഞാൻ ഏകദേശം ഈ കാലയളവിൽ 2794 തെരുവിളക്കുകൾ റിപ്പയർ ചെയ്തു. ഈ 2794-ല് 2600 തെരുവിളക്കുകളുടെ സാക്ഷ്യപത്രവും, അതായത് ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ബന്ധപ്പെട്ട വാർഡിലെ അംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് സഹിതം പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഏകദേശം 11 ലക്ഷം രൂപ എനിക്ക് കിട്ടാനുണ്ട്. ഈ 11 ലക്ഷം രൂപയിൽ ഈ കഴിഞ്ഞ 9 മാസ കാലയളവിനുള്ളിൽ പല തവണകളായി കുറേശ്ശെ പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഡിസംബർ മാസത്തിന് ശേഷം എനിക്ക് 1 രൂപ തന്നിട്ടില്ല എന്ന് മാത്രമല്ല 5 ലക്ഷം രൂപ പഞ്ചായത്ത് അന്യായമായി പിടിച്ചു വച്ചിരിക്കുകയാണ്. പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമാണ് പണം പിടിച്ചുവെക്കുന്ന സാഹചര്യമുണ്ടായത്. അതിനു മുൻപ് പ്രവൃത്തികൾ സുഗമമായി മുന്നോട്ട് പോയിരുന്നു, പണവും ലഭിച്ചിരുന്നു. ഈ പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷമാണ് എൻ്റെ തുക പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനു മുമ്പ് ഈ പ്രവൃത്തി സുഗമമായി നടക്കുകയും പണം ലഭ്യമാകുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മുൻ ഭരണസമിതിയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ കരാർ പ്രവൃത്തി അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. 2026 മെയ് വരെ എഗ്രിമെന്റ് ഉണ്ടെന്നിരിക്കെ പ്രവൃത്തി അവസാനിപ്പിക്കാൻ തയ്യാറായെന്നും തനിക്ക് ലഭിക്കാനുള്ള തുക ആവശ്യപ്പെടുകയുമായിരുന്നു. ജനുവരി 24-ന് മുഴുവൻ തുകയും നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചു. എന്നാൽ പണം ലഭിക്കുന്ന സാഹചര്യമുണ്ടായില്ല. പിന്നീട് തീയതി ഫെബ്രുവരി 5-ലേക്ക് മാറ്റി. എന്നാൽ അന്നും തുക ലഭിച്ചില്ല. പുതിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും പഴയ ബോർഡിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായ വിശ്വേട്ടന് ഉൾപ്പെടെ ഇരുന്നു കൊണ്ട് എന്നോട് പ്രവൃത്തി നിർത്താൻ പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല, അപ്പോൾ ഞാൻ ചോദിച്ചു, നിർത്താൻ ഞാൻ തയ്യാറാണ്, എനിക്ക് കുഴപ്പമില്ല, എഗ്രിമെൻ്റ് കാലാവധിയിലുണ്ട്, ഞാൻ പ്രവൃത്തി ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ പ്രവൃത്തി നിർത്തണമെന്നാണ് ഭരണസമിതി ആവശ്യപ്പെടുന്നതെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ എല്ലാ പണവും തരണമെന്ന് ആവശ്യപ്പെട്ടു. അത് പ്രകാരം അവരെന്നോട് പറഞ്ഞത് ജനുവരി 24-ാം തീയതിക്കകം നിങ്ങളുടെ പൂർണ്ണ ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലെത്തുന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഫെബ്രുവരി 3-ാം തീയതിയാണ് പിന്നെ അവരെ അതിനുശേഷം ഞാൻ കാണുന്നത് പഞ്ചായത്ത് ഓഫീസിൽ വന്നപ്പോൾ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് തന്നെ അല്ലെങ്കിൽ 5-ാം തീയതി ട്രഷറിലേക്ക് നിങ്ങളുടെ ഫണ്ട് ഒന്ന് വിടുന്നു പറഞ്ഞു. അതിനുശേഷം പല തവണ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള അനുകൂലമായ ഒരു സമീപനം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഒരു ചെറുകിട കരാറുകാരനായ താൻ 15 ലക്ഷം രൂപ കടബാധ്യതയുള്ളയാളാണെന്നും ഇക്കാരണത്താൽ വീട്ടിലിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മുജീബ് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം എനിക്ക് 5.5 ലക്ഷം രൂപ പഞ്ചായത്തിന് ലഭിക്കാനുണ്ട്. യാതൊരു കാരണവുമല്ലാതെയാണ് പഞ്ചായത്ത് തടഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ചെറുകിട സംരംഭകനാണ്. ചെറുകിട സംരംഭം എന്ന് പറയുമ്പോൾ ഏകദേശം 15 ലക്ഷം രൂപയോളം എനിക്ക് കടബാധ്യതയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഈ പഞ്ചായത്തിലെ പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടി ഏകദേശം 5 ലക്ഷം രൂപയുടെ സാധന സാമഗ്രികളെയാണ് മൊത്ത വ്യാപാരികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ക്യാഷായിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ അവർ തിരിച്ചു തന്ന എൻ്റെ വീട്ടിൽ എനിക്ക് ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഞാൻ പഞ്ചായത്തിൻ്റെ മുന്നിൽ സമരവുമായി എത്തിയിട്ടുള്ളത്. 390 രൂപയ്ക്കാണ് ഒരു പോസ്റ്റ് താൻ കരാർ എടുത്തത്. പ്രസ്തുത തുക സാമ്പത്തിക ലാഭം ഇല്ലാതിരുന്നിട്ടുകൂടെ പ്രവൃത്തികൾ ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു. നിലവിലുള്ള കരാറുകാരൻ 600 രൂപയ്ക്കാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് മുജീബ് കൂട്ടിച്ചേർത്തു. ഒരു തെരുവിളക്കിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന 390 രൂപക്കാണ്. അതായത് ആദ്യം 10 ലക്ഷം രൂപ വെച്ചു. ആ 10 ലക്ഷം രൂപ 390 രൂപക്കാണ് കരാറ് വെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ. പക്ഷേ ആ 390 രൂപയ്ക്ക് എനിക്ക് മുതലാകില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അതിൽ പെട്ടുപോയതാണ്. കാരണം ഒരു തെരുവിളക്ക് റിപ്പയർ ചെയ്യണമെങ്കിൽ 600 രൂപയുടെ മുകളിൽ പോകും.
ഇപ്പൊ പുതിയ കരാറുകാരൻ 600 രൂപക്കാണ് കരാർ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് 390 രൂപ എന്നുള്ളത് പിന്നെ സാമ്പത്തികമായി മെച്ചമുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ 390 രൂപ സാമ്പത്തിക നഷ്ടം സഹിച്ചിട്ടും ഞാൻ എടുത്തിട്ട് പോലും എൻ്റെ ഫണ്ട് തരാൻ തയ്യാറായില്ല. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം. ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത് 13000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.